പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ശിവരഞ്ജിനി. ഇതിൻ്റെ ഭാഗമായി മീനുവിനെ തുടരണമെങ്കിൽ ആദ്യം തന്നെ സൂരജിനെ ഒഴിവാക്കണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. അതിനായി സൂരജിനെ സ്ഥലം മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്താനുള്ള പ്ലാനിംഗ് ആണ് ഇപ്പോൾ ഇടുന്നത്. ഇതിന്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും കാര്യങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥനെ ചെന്ന് കണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു. സൂരജിനെ സ്ഥലം മാറ്റണം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. സൂരജ് ഇവിടെ നിൽക്കുന്ന സമയം തലവേദനയാണ് ഞങ്ങൾക്ക്. അയാളെ ഇവിടെ നിന്ന് മാറ്റുക തന്നെ വേണം. അപ്പോൾ സൂരജ് മാറിയാൽ ശിവരഞ്ജിനിക്ക് വളരെ എളുപ്പത്തിൽ മീനൂസ് കിച്ചൺ കീഴടക്കാൻ സാധിക്കും, അല്ലേ? അതെ സാർ, ആ സൂരജാണ് ഇപ്പോൾ വഴിയിൽ തടസ്സമായി നിൽക്കുന്നത്. അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റൂ. ഞങ്ങൾ സഹായിക്കാം, അതിനൊക്കെയല്ലേ ഞങ്ങൾ ഇവിടെയുള്ളത്. ശിവരഞ്ജിനി മാഡം ധൈര്യമായിരിക്കൂ. ആ സൂരജിന്റെ കാര്യം ഞങ്ങൾ ഡീൽ ചെയ്തു കൊള്ളാം. അയാൾ കൈക്കൂലി വാങ്ങിക്കാത്തവനാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സഹായം ആവശ്യമായി വന്നത്. അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്ത് അയാളെ ഒതുക്കാമായിരുന്നു. മാഡം, ചിലർ അങ്ങനെയാണ്. പൈസ കൊടുത്താലും വാങ്ങുകയൊന്നുമില്ല, പൈസ വാങ്ങിക്കുകയുമില്ല, വാങ്ങാൻ സമ്മതിക്കുകയുമില്ല. അങ്ങനെയുള്ള ഗണത്തിൽപ്പെട്ടവനാണ് അവനൊക്കെ. അവനെയൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചില്ല എങ്കിൽ ഞങ്ങളുടെ കൂടിയാണ് കഞ്ഞികുടി മുട്ടുക. അതുകൊണ്ട് തന്നെ മാഡം വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും. മാഡം യാതൊരു വിധത്തിലും പേടിക്കണ്ട എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. മാഡം ധൈര്യമായി പോകോ. ഇപ്രാവശ്യം വിജയം മാഡത്തിന് തന്നെയായിരിക്കും. ഇതോടെ വളരെയധികം സന്തോഷത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ശിവരഞ്ജിനി. പക്ഷെ ഇതിനിടയിലാണ് ബാത്റൂമിൽ സൂരജ് കുടുങ്ങുന്നത്. മുത്തശ്ശി ചിന്താമണിയെ വിളിക്കുന്നുവെങ്കിലും ചിന്താമണിയെ അവിടെയൊന്നും കാണുന്നില്ല. മാത്രവുമല്ല, ഇനിയിപ്പോൾ തന്നെ സഹായിക്കുന്നതിനായി ഒരാൾക്ക് മാത്രമാണ് സാധിക്കുക, മീനുവിന്. മീനു, മീനു എന്ന് വിളിച്ച് മുത്തശ്ശി ചെല്ലുകയാണ് മീനുവിൻ്റെ അടുത്തേക്ക്. എന്താ മുത്തശ്ശി, എന്നെ വിളിച്ചോ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? മീനു, എൻ്റെ കൂടെ ഒന്ന് വരാമോ? ആ ബാത്റൂമിൻ്റെ ഡോറില്ലേ, അത് ആകെ ജാമായി പോയിരിക്കുകയാണ്. അത് തുറക്കുന്നതിനായി സഹായിക്കണം. മീനു വരികയാണ് എങ്കിൽ അത് പറ്റും. അതിനെന്താ മുത്തശ്ശി, ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞ് മീനു കൂടെ ചെല്ലുകയും ഡോറ് തുറക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ആ ഡോർ തുറക്കുന്നതിനായി കഴിയുന്നത്. അവിടെ സൂരജ് ഉണ്ടായതിനെ തുടർന്ന് സൂരജാകെ ഞെട്ടിപ്പോകുന്നു. മുത്തശ്ശിയോട് എന്തിനാണ് ഇവളെയൊക്കെ ഇവിടേക്ക് വിളിച്ചത്? വല്ല ആശേരിയെയോ മറ്റാരെയെങ്കിലും വിളിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്ന സൂരജ്, അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്കാവില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് സൂരജിനെ സഹായിക്കാനാണ് ഞാൻ വന്നത്. ഇതിപ്പോൾ എനിക്ക് പ്രശ്നമായോ? മാത്രവുമല്ല, എന്ത് നാണക്കേടാണ് സൂരജ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യവും മീനു ചോദിച്ചതിനെ തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് സൂരജ്. ഇതോടെ ഒരു വിധത്തിൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് സൂരജ്. ആകെ നാണം കെട്ടു പോയിരിക്കുന്നു മീനുവിൻ്റെ മുന്നിൽ. ഇനി ഇവൾ ഈ കാര്യം എല്ലാവരോടും പറഞ്ഞ് നടക്കുമോ ആവോ എന്നുള്ള ചോദ്യവും മുന്നിൽ ബാക്കിയായിരിക്കുകയാണ്. എന്നാൽ ഇതേ തുടർന്ന് മീനുവാകട്ടെ ബാക്കി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ചിന്തയിൽ അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ വീണ്ടും സൂരജിനെ കണ്ടുമുട്ടുകയാണ് മീനു. ഇതോടെ മീനുവിൻ്റെ മനസ്സിലേക്ക് ചോദ്യങ്ങൾ കയറി വരുന്നു. വല്ല പ്രതികാരവും സൂരജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ? വീണ്ടും തൻ്റെ മുന്നിൽ നാണം കെട്ടതല്ലേ,
അതുകൊണ്ട് തന്നെ ആ വാശി മനസ്സിൽ കാണാതിരിക്കുകയില്ല എന്ന്. പക്ഷേ ഇതേ തുടർന്നാണ് സൂരജിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ട്രാൻസ്ഫറിന്റെ വാർത്ത വരുന്നത്. ഈ കാര്യം മുത്തശ്ശി പറഞ്ഞ് അറിയാൻ ഇടയാവുകയാണ് മീനു. ഇതോടെ മീനുവും ആകെ പ്രതിസന്ധിയിലാകുന്നു. തനിക്കൊരു ആശ്വാസമായി സൂരജ് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അയാളും പോവുകയായോ എന്ന ചോദ്യം മീനുവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.